IDTR സബ് സെൻ്ററായി തിരുവനന്തപുരം ഭാഗത്ത് ഒരു ട്രെയിനിങ് സെൻറ്റർ. കാരണം ഈ ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ ഈ IDTR എടപ്പാളി പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു സെൻറ്റർ ഉണ്ട് അവിടെ പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകാൻ ഇപ്പോൾ സൗകര്യമില്ല. അത് KSRTC ഇപ്പോൾ തൽക്കാലം ചെയ്യും. ഓരോ ജില്ലയിലും ഓരോ കോടി രൂപ ചെലവഴിച്ച് കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്നാൽ ഓരോ ജില്ലയിലും ഡ്രൈവിംഗ് പഠിച്ചിട്ടും ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കാൻ പോകണം. അപ്പം നമ്മുടെ നാട്ടിലല്ല, ഈ വണ്ടി ഓടിക്കുന്നവരെല്ലാം വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങും. ഒരു സബ് സെൻ്റർ മെയിൻ സെൻറ്റർ ഒരെണ്ണം തിരുവനന്തപുരത്താണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ അക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ ഡ്രൈവിംഗ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഡ്രൈവിംഗ് പരിശീലനം കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാനുള്ള കാലതാമസം, അതിനും ഒരു പരിഹാരമുണ്ട്. ഇന്നലെ പുതുതായി ചുമതലയെടുത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണറും അഡീഷണൽ ട്രാൻസ്പോർട്ടും കൂടി പ്രമോദും കൂടി ഒരു ആശയം മുന്നോട്ട് വെച്ചു. അത്ഭുതകരമായ സംഭവം വരാൻ പോകണം. ഈ ലൈസൻസ് കിട്ടുന്ന പരാതി അവസാനിക്കുന്നു. ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണും, അതിൻ്റെ QR കോഡും അതിൽ തന്നെ കാണും, നിങ്ങളുടെ കളർ ഫോട്ടോ കാണും, നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ജയിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ഉടമയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് യൂസർ നെയിം കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൈസൻസ് കാണും. നിങ്ങളുടെ ലൈസൻസ് മൊബൈൽ ഫോണിൽ കാണിച്ചാൽ മതി. ലൈസൻസ് കാർഡ് എന്നുള്ള സാധനം ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മളെ വിലപേശയാണ്. ഇപ്പോൾ ഒരു കമ്പനി ലൈസൻസ് കാർഡും RC ബുക്കും അടിക്കുന്നുണ്ട്. 6-7 മാസം പുറകെ കിടക്കണം ബാക്ക്ലോഗ്. എല്ലാവരും പരാതി എന്താ? ലൈസൻസ് കിട്ടുന്നില്ല, RC ബുക്ക് കിട്ടുന്നില്ല. ഈ കമ്പനിക്ക് ഞാൻ മന്ത്രിയായി വരുമ്പോൾ 9 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ആ 9 കോടി രൂപ മന്ത്രിസഭയിൽ കൊണ്ടുപോയി താല്പര്യമെടുത്ത്, ധനകാര്യമന്ത്രിയും എല്ലാവരും താല്പര്യമെടുത്ത് ഈ 9 കോടി രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് അപ് ടു ഡേറ്റ് ആക്കണം. പൈസ തരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എത്ര എടുക്കും, ഇന്ന് ലൈസൻസ് എടുത്താൽ ഒരാഴ്ചക്ക് തരണം. തന്നില്ല. ജൂലൈ മാസം ആയപ്പോൾ പതുക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജൂലൈ മാസം അവസാനം ഇത് യാതൊരു ബാക്ക്ലോഗും ഇല്ലാതെ കുടിശ്ശിക തീർക്കാം എന്ന് എനിക്ക് ഉറപ്പ്. എന്നിട്ട് എന്താ ചെയ്തത്? എവിടെ? ഇപ്പോഴും 6-7 മാസം പുറകെ കിടക്കുകയാണ്. ഇപ്പം നമ്മൾ നോട്ടീസ് കൊടുത്തു, ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് അവർക്ക് കൊടുത്തു, അവരെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് പറ്റില്ല, അവരെ കൊണ്ട്. അപ്പം എന്താ ഇപ്പം പറയുന്നത്? ഇനി ഒരു 9 കോടി കൂടെ തന്നാൽ ഞങ്ങൾ റെഡിയാക്കാം. ഞാൻ അത് റെഡിയാക്കണ്ട, ഇത് റെഡിയാക്കിയതിന് ശേഷം പൈസ എടുത്തോളൂ. ഏതായാലും റെഡിയാക്കാനും നിൽക്കുന്നില്ല. നമ്മൾ ഈ ഒരു പ്രപ്പോസലിനെ നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇന്നലെ ഞാനോട് സംസാരിച്ചൊരു പ്രപ്പോസൽ ഉണ്ട്. ആ പ്രപ്പോസൽ ഉടൻ തരാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 105 രൂപയാണ് ഒരു ലൈസൻസിന് വാങ്ങുന്നത്. അതിൽ ഈ 100 രൂപ എന്ന് പറയുന്നത് പോസ്റ്റേജിന് വേണ്ടിയിട്ടും കാർഡിൻ്റെ വിലയ്ക്കും വേണ്ടിയിട്ടാണ്. അത് രണ്ടും ഒഴിവായിക്കൊണ്ട് 900 രൂപ അടച്ചാൽ മതി പബ്ലിക്. അപ്പോൾ ഈ പോസ്റ്റേജ് ഇല്ല, ഈ കാർഡിനുള്ള വിലയില്ല, രണ്ടും കുറച്ച് 100 രൂപ കുറയും. 100 രൂപ കുറഞ്ഞാൽ ഈ ലൈസൻസ് നിങ്ങൾക്ക് എല്ലാവരുടെയും ലൈസൻസ് മൊബൈൽ ഫോണിൽ കിട്ടും. ഇപ്പം മൊബൈൽ ഫോൺ കളഞ്ഞു പോയെന്ന് വെച്ചു, നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം. ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈസൻസിൻ്റെ സർവ്വ ചരിത്രവും അറിയാൻ പറ്റും. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലും ആസാമിലും മാത്രമേ ഉള്ളൂ. കേരളം ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.